Praise the Lord. Hallelujah. കേൾക്കാമോ? ശബ്ദം ക്ലിയർ ആണോ? ഓക്കെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വിശേഷാൽ ഈ ചിക്കാഗോ പ്രെയർ ലൈനിന്റെ ഹോസ്റ്റായി സേവനമനുഷ്ഠിക്കുന്ന ദൈവദാസന്മാർ, എൻ്റെ പ്രിയ സ്നേഹിതനും എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽകുമാർ, ഫാമിലി എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രത്യാശ നിറഞ്ഞ സ്നേഹവന്ദനങ്ങളെ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഈ പ്രെയർ ലൈനിൽ ഞാനൊരു അതിഥിയല്ല. ഇതിനു മുൻപും ദൈവവചനം ശുശ്രൂഷിപ്പാൻ എളിയവനായി എനിക്ക് കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇതിലെ പ്രിയപ്പെട്ടവർ ഞങ്ങളെ ഓർക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കരുതട്ടെ. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് അഗൈതവുമായ നന്ദി പ്രത്യേകം ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ഞങ്ങളെ വളരെ അത്ഭുതകരമായ ദിവസങ്ങളിൽ വഴി നടത്തുന്നു. ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. ദൈവദാസൻ സൂചിപ്പിച്ചതുപോലെ അതികഠിനമായ മഴയുടെ ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന വീട് പരിസരവും സേഫാണ്. ഇവിടെ മഴയുടെ ശല്യം ഉണ്ടെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ പ്രയാസങ്ങളൊന്നും അങ്ങനെയില്ല. കഴിഞ്ഞ ദിവസം ഒരു അയൽവക്കത്തെ മരം ഞങ്ങളുടെ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീണു. എങ്കിലും ദൈവകൃപയാൽ മറ്റ് പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ കർത്താവ് പരിപാലിച്ചു. എന്നാൽ ഞങ്ങളുടെ സഭാ ഹാൾ ഇരിക്കുന്ന സ്ഥലം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ പ്രയാസങ്ങളുണ്ട്. ഇലക്ട്രിസിറ്റി കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് ഇല്ലാതായി. ഇന്ന് അതിന്റെ കാര്യങ്ങൾ പരിഹരിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചില്ല കേബിളിൽ വീണിട്ട് അത് ഒരല്പം പ്രയാസമായിട്ട് കിടക്കുകയാണ്. ഇന്നത് പരിഹരിക്കാനായിട്ട് ഇപ്പൊ രാവിലെ എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെ സഭാ ഹാൾ ഇരിക്കുന്ന സ്ഥലത്ത് സിറ്റി ആണെങ്കിലും പ്രയാസങ്ങളുള്ള ഒരു സ്ഥലമാണ്. ദൈവത്തിന് സ്തോത്രം. മേഘവിസ്ഫോടനം എന്നാണ് ഇപ്പോഴത്തെ മഴയുടെ പ്രതിഭാസത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടത്. മേഘവിസ്ഫോടനമാണെങ്കിലും അല്ല കാലവർഷമാണെങ്കിലും അല്ല ന്യൂനമർദ്ദമാണെങ്കിലും എല്ലാം സർവശക്തനായ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അവിടുന്ന് മഴ പെയ്യിക്കുകയും അവിടുന്ന് മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്യുന്ന ദൈവം. എലിയാവിനോട് ദൈവം പറഞ്ഞു, നീ പോയി ആഹാബിനോട് പറയണം, സ്തോത്രം, മഴ പെയ്യുകയില്ല 3 വർഷവും 6 മാസവും. വീണ്ടും ദൈവം അയച്ചു മഴ പെയ്യിക്കുവാനായിട്ട്. അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് ഈ പ്രകൃതിയിലെ കാര്യാദികളൊക്കെ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവിന്റെ നാമം എല്ലാറ്റിലൂടെയും മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ മധ്യത്തിലും അവിടുത്തെ ജനത്തെ, അവിടുത്തെ മക്കളെ അത്ഭുതകരമായി പരിപാലിക്കുന്നു, സൂക്ഷിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഈ പ്രഭാതത്തിലും നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. നമ്മെ ഓരോരുത്തരെയും വിവിധ നിലകളിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരുമായിരിക്കുന്ന ഇടത്ത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിപ്പാൻ ഈ മീറ്റിങ്ങിലൂടെ കഴിയുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഈ കൂടിവരവ് നാം വിവിധ ഇടങ്ങളിൽ, ഒരുപക്ഷെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നാണ് പങ്കെടുക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം. വ്യത്യസ്ത സമയങ്ങളിലാണ് നാം ആയിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ ജോലി തിരക്കിന്റെ, വീട്ടിലെ മറ്റ് ഇതര സാഹചര്യങ്ങളുടെ, ശാരീരിക പ്രയാസങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിലും സമയത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകളിലും ഒക്കെയാണ് നാം ഈ മീറ്റിങ്ങിൽ പങ്കുകൊള്ളുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും ഒരുപോലെ നമ്മെ മനസ്സിലാക്കി നമ്മോട് ഇടപെടുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നവർക്കും വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ളവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും അവിടുത്തെ സന്ദർശനം അയക്കും എന്ന് ഞാൻ കരുതട്ടെ, ഞാൻ വിശ്വസിക്കുന്നു. ആത്മാർത്ഥമായി ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഈ പ്രഭാതത്തിൽ ഒരു വലിയ പ്രസംഗം നടത്തുവാനല്ല ഞാൻ നിയോഗിതനാകുന്നത്.
എന്നാൽ വചനം പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം കഴിഞ്ഞ ദിവസം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം നിങ്ങളോട് പങ്കുവയ്പ്പാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. നാം ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. ഇതേ കാര്യം തന്നെ ഇതേ സമാനമായ നിലയിൽ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 36-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക. നാം വീണ്ടും നമുക്ക് വളരെ മനഃപ്പാഠം അറിയാവുന്ന ലാസറിന്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം വാക്യം, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ വിശ്വാസം അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സന്ദേശങ്ങൾ നാം കേട്ടിട്ടുണ്ട്, പഠനങ്ങൾ നമുക്കറിയാം. നമുക്കൊക്കെ ഒരു പക്ഷേ ജീവിതത്തിൽ ഈ വാക്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഭവങ്ങളോ സന്ദർഭങ്ങളോ അത്ഭുതങ്ങളോ ഒക്കെ നാം അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു ചെറിയ ഒരു അത്ഭുതം, എന്നാൽ അതൊരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ അതിനെ ഒന്ന് നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുക. പലപ്പോഴും ഈ അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നതുമായി ബന്ധപ്പെട്ട്, അത്ഭുതങ്ങൾ സംഭവിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ തടസ്സം എന്ന നിലയിൽ നാം പലപ്പോഴും കാണുന്നത്, വചനത്തിൽ നാം കാണുന്ന പരാമർശങ്ങളിൽ 1-2 കാര്യങ്ങളെ എടുത്തു കാട്ടുക. ഒന്ന് ഭയമാണ്, മറ്റൊന്ന് സംശയമാണ്. ഒരിക്കൽ പത്രോസ് പടകിൽ നിന്നിറങ്ങി കടലിൽ നടന്നു, കുറച്ച് മുമ്പോട്ട് പോയപ്പോൾ താണു. അപ്പൊ അവനോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, അല്പവിശ്വാസി നീ എന്തിന് സംശയിച്ചു? അല്പവിശ്വാസവും സംശയവും. ഇവിടെ ആ യായിറോസിന്റെ ഭവനത്തിലേക്ക് കർത്താവ് വരുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക. ഒരു സൂപ്പർ നാച്ചുറൽ മിറക്കിൾ നടക്കുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങളിലെ 1-2 കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. ഒന്ന് അവിശ്വാസം, മറ്റൊന്ന് സംശയം, മറ്റൊന്ന് ഭയം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ രൂഢമൂലമാണ്. സന്ദർഭോചിതമായിട്ടാണ് ഇതെല്ലാം പുറത്തു വരുന്നത്. ഈ ഭയമാണെങ്കിലും സംശയമാണെങ്കിലും അവിശ്വാസമാണെങ്കിലും ഇതിനെല്ലാം ട്രീറ്റ് ചെയ്യേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അസാധ്യമെന്ന് ചിന്തിച്ച് നമുക്ക് മാറ്റിവെക്കുന്ന പല വിഷയങ്ങളുടെയും ഫലകരമായ ദൈവപ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയമുള്ളവരെ, നമുക്കാകെ ഈ ദിവസങ്ങളിൽ അസാധ്യങ്ങൾ എന്ന് തോന്നി നമ്മുടെ ലൈഫിൽ മാറ്റിവെച്ചിരിക്കുന്ന പല വിഷയങ്ങളോടുമുള്ള ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. പക്ഷെ കുറച്ചുകൂടി നമ്മുടെ സമീപനങ്ങളെ നമുക്ക് മാറ്റാം, നമ്മുടെ മെന്റാലിറ്റി നമുക്ക് മാറ്റാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറ്റാം. എങ്ങനെ മാറ്റണം? അതിനകത്ത് നമ്മെ ഭരിക്കുന്നതായ ഭയമുണ്ടെങ്കിൽ, സംശയ വിചാരമുണ്ടെങ്കിൽ, അവിശ്വാസത്തിന്റെ മേഖലകൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ കണ്ടുപിടിക്കണം. അത് തീർച്ചയായിട്ടും അപകടകരമാണ്. തീർച്ചയായിട്ടും അതൊരു തടസ്സം. എന്തിന് തടസ്സമാണ്? ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിന്, ദൈവ മഹത്വം വെളിപ്പെടുന്നതിന് തടസ്സമാണ്. ഇനി അതിന്റെ നേരെ അടുത്ത ഭാഗം കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് പങ്കുവയ്ക്കട്ടെ. ഈ ഭയമാണെങ്കിലും സംശയമാണെങ്കിലും അതുപോലെ തന്നെ അവിശ്വാസമാണെങ്കിലും ഇത് മൂന്നും മാറിക്കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ദൈവം അസാധ്യങ്ങളെ നമുക്ക് സാധ്യമാക്കി തരുമ്പോൾ, ദൈവം ഒരു വിടുതൽ അയക്കുമ്പോൾ അതിലൂടെ നടക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈവ മഹത്വമാണ് അവിടെ ദർശിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമ്മെ ഭരിക്കുന്ന
ഭയവും സംശയവും അവിശ്വാസവും ഒക്കെ തടയുന്നത് കേവലം ഒരു മിറക്കിളിനെ അല്ല, കേവലം ഒരു അത്ഭുതത്തെ അല്ല, അതിനപ്പുറമായിട്ട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതിരിക്കേണ്ടതിന്, ദൈവ മഹത്വത്തിന് വിഘാതമായിട്ടാണ് അതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മോട് ഒന്നുകൂടി ഒരു വാണിംഗ് എന്ന നിലയിൽ ഒന്നും കൂടി നമ്മോട് സ്തോത്രം ഉറപ്പിച്ചു പറയുകയാണ്, ആവർത്തിച്ച് സംസാരിക്കുകയാണ്. ഒരു കേവലം മിറക്കിളല്ല നമ്മുടെ ലൈഫിൽ നടക്കേണ്ടത്, കേവലം അസാധ്യങ്ങളുടെ സാധ്യതയല്ല നടക്കേണ്ടത്, കേവലം ഒരു അത്ഭുതമല്ല നടക്കേണ്ടത്, ഒരു വിടുതലല്ല നടക്കേണ്ടത്. നേരെ മറിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന ദൈവീകമായ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാന് 21-ാം നൂറ്റാണ്ടിൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ 2024 ആണ് ഈ വചനം സംസാരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ഇവിടെ അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും അതുപോലെ തന്നെ വിടുതലുകൾക്കും ഒക്കെയുള്ള സാധ്യതകൾ എന്തുമാത്രമാണെന്ന് എൻ്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് മനുഷ്യൻ സ്തോത്രം പലപ്പോഴും ഒരു സൗഖ്യം, ഇന്നിവിടെ പ്രാർത്ഥനയിൽ സൗഖ്യത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഏത് ഹോസ്പിറ്റലിൽ, ഏത് ഡോക്ടർ എടുക്ക്, ഏത് സ്പെഷ്യലിസ്റ്റിനെ കാണണമെന്ന് ഓൾറെഡി ചിന്തിക്കുകയും അതിനെക്കുറിച്ച് വിചാരപ്പെടുകയും അതിനെക്കുറിച്ച് ഒരു 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 തീരുമാനത്തിൽ എത്തുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. സ്തോത്രം. അപ്പോ അവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഒരു അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ഒരു സൂപ്പർ നാച്ചുറൽ ദൈവികമായ ഇടപെടലിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പരിധി വരെ മനുഷ്യനെല്ലാം കഴിയും, മനുഷ്യനെ കൊണ്ട് സാധിക്കും. പണം കൊണ്ടും അവന്റെ ബുദ്ധി കൊണ്ടും സ്വാധീനം കൊണ്ടും മനുഷ്യന് ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ സാധിക്കും എന്ന് ചിന്തിക്കുന്ന, എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇത് എന്താ പറയുക, അങ്ങ് പണ്ടത്തെ കാളവണ്ടി യുഗമോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം എത്തി നിൽക്കുന്നത് വളരെ ദൈവത്തിന് സ്തോത്രം ടെക്നോളജിക്കലി ഭയങ്കരമായിട്ട് വിസ്ഫോടനാത്മകമായ കണ്ടുപിടുത്തങ്ങളും പുരോഗമനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഭാഗം വിശ്വാസികൾ എന്ന് പറയുന്ന, ദൈവമക്കൾ എന്ന് പറയുന്ന, രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്ന സ്തോത്രം, ഒരു ഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്നെങ്കിലും ദൈവത്തെ സേവിക്കുന്നെങ്കിലും വചനമൊക്കെ വിശ്വസിക്കുന്നെങ്കിലും സ്തോത്രം, തങ്ങൾക്ക് ദൈവമില്ലെങ്കിലും സ്തോത്രം, ഒരു പ്രാർത്ഥന ലഭിച്ചില്ലെങ്കിലും തങ്ങളെ കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും. അവരുടെ ബുദ്ധി കൊണ്ടോ അവരുടെ പണം കൊണ്ടോ അവരുടെ സ്വാധീനം കൊണ്ടോ ഒക്കെ, ആരോഗ്യം കൊണ്ടോ ഒക്കെ പലതും നേടിയെടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന, അങ്ങനെ മുൻപോട്ട് പോകുന്ന ആളുകളുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെയാണ് ഈ വചനത്തിന്റെ പ്രസക്തി ഏറുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ശുശ്രൂഷിക്കുന്നത് കൊച്ചിയിലാണ്. പക്ഷേ പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കേരളത്തിലെ ഒരു വടക്കേ ഇന്ത്യ എന്ന നിലയിലാണോ ദൈവം ഈ സ്ഥലത്തെ ആക്കിയിരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. കേരളത്തിലെ ഒരു വടക്കേ ഇന്ത്യ, കേരളത്തിലെ ഒരു ആഫ്രിക്കയാണോ ഈ പ്രത്യേക സ്ഥലം എന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. അതിനകത്ത് കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമാകുമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ താമസിക്കുന്ന വീടും ഹോളുമായിട്ട് 20 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. 20 കിലോമീറ്റർ ഇവിടെ നിന്ന് അവിടെ എത്തി തിരിച്ചു വരണമെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം 3 ബസ് കയറിപ്പോണം. ഡയറക്റ്റ് ബസ് കിട്ടത്തില്ല, 3 ബസ് കയറണം. ഇനി ദൈവത്തിന്റെ സ്തോത്രം, ബൈക്കിനാ പോകുന്നതെങ്കിൽ പോകുന്ന റോഡ് അത്ര കണ്ട് സുഖകരമായ റോഡൊന്നുമല്ല. അപ്പോ ആഴ്ചയിൽ 1, 2, 3 പ്രാവശ്യം വിസിറ്റിങ്ങിനായിട്ടും മീറ്റിങ്ങിനായിട്ടും ഒക്കെ പോയി വരണമെങ്കിൽ ഇതിനകത്ത് ഇന്ധനം അടിക്കാനാണെങ്കിലും ടിക്കറ്റ് എടുക്കാനാണെങ്കിലും ഒക്കെ വേണ്ടതായ സാഹചര്യങ്ങൾ ഒക്കെ ഞാൻ മുന്നിൽ കണ്ടുകൊണ്ട്, പലപ്പോഴും ഞങ്ങൾ കടന്നു പോകുന്ന ശാരീരിക പ്രയാസങ്ങളും ഒക്കെ കണ്ടുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, ഇതെന്താ കർത്താവേ, ഇത് കേരളത്തിലെ ഒരു വടക്കേ ഇന്ത്യയാണോ ഈ കൊച്ചിയിലെ ഈ പ്രത്യേക സ്ഥലം എന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ആ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ഇവിടെ മറ്റൊന്നും പറയുകയല്ല, മറ്റൊരു നിലയിലും നിങ്ങളെ ടീസ് ചെയ്യുകയോ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യുകയോ ഒന്നുമല്ല. അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. വളരെ ലൈവായി ജീവിതത്തിലെ ദൈവിക അത്ഭുതങ്ങളെ നിങ്ങൾക്ക് ബോധ്യമാകുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു പശ്ചാത്തലം, ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ ആദ്യമായി പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ദൈവം ചെയ്ത വിടുതല് അല്പം ഒന്ന് വിശാലാർത്ഥത്തിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുക. ഒരു പക്ഷേ ഇത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എന്തിക്കും, ഇതായിരുന്നു സംഭവം, നിസാരമാണല്ലോ. നിസാരമായൊരു കാര്യമോ, വളരെ സിമ്പിളായൊരു കാര്യമോ. പക്ഷെ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം
അത് ഭയങ്കര അത്ഭുതമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിന് ഗൗരവം കൊടുത്ത് സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വായിച്ച വാക്യം മറക്കരുത്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളാ. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമുക്ക് കഴിവുണ്ടല്ലോ, നമുക്ക് സ്വാധീനം ഉണ്ടല്ലോ, നമുക്ക് ആളുകളുണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കും. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിമ്പിൾ ആയിരിക്കുന്ന കാര്യമാകട്ടെ, നമുക്ക് കഠിനമായിരിക്കുന്ന കാര്യമാകട്ടെ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ദൈവത്തെ കൊണ്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ മടങ്ങി വരാം. ഈ കഴിഞ്ഞ ആഴ്ച കർത്താവിന്റെ ദാസൻ സുനിൽ പാസ്റ്ററിനെ ശുശ്രൂഷയ്ക്കായിട്ട് അവസരമൊരുക്കുന്നതിലേക്ക് എന്നെ വിളിക്കുകയുണ്ടായി. പക്ഷെ അന്ന് എനിക്ക് സമ്മതിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ മൊബൈൽ ഫോൺ ഒന്ന് നിലത്ത് വീണ് ഓൾറെഡി അത് അല്പമൊക്കെ ഒന്ന് ചെറിയ നിലയിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വീണത് ആകെപ്പാടെ മൊത്തത്തിൽ കൊളാപ്സായി. അതിന്റെ ഡിസ്പ്ലേ പോയി, എല്ലാം തകർന്നു പോയി. അങ്ങനെ ഞാനത് നന്നാക്കാനായിട്ട് ഒരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു. ആ ഷോപ്പുകാരൻ അത് അഴിച്ചൊക്കെ നോക്കി, 3 ഡിസ്പ്ലേ മാറിയിട്ടു, പക്ഷെ വർക്ക് ആകുന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു തന്നു. ഞാൻ അതുമായിട്ട് വേറൊരു ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്ത ഉടനെ ആ ടെക്നീഷ്യൻ നല്ലവനായതുകൊണ്ട് അവനത് കണ്ടപാടെ പറഞ്ഞു, ഈ ഫോണ് സർവീസ് സെന്ററിൽ തന്നെ കൊടുക്കണം. ഇത് ഞങ്ങൾ നന്നാക്കിയതിന്റെ ഡിസ്പ്ലേ ശരിയാകത്തില്ല, അതുകൊണ്ട് സർവീസ് സെന്ററിൽ തന്നെ കൊടുത്താലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തിരിച്ചു. അപ്പോൾ ഞാൻ ആ ഷോപ്പ് ഞാനൊന്ന് ശ്രദ്ധിച്ചു. ആ ഷോപ്പിനകത്ത് ഒത്തിരി ഫോണൊക്കെ ഇരിപ്പുണ്ട്. അപ്പൊ മേശപ്പുറത്ത് ഡെമ്മി ഒരു കുറെ ഫോണിന്റെ ഡെമ്മി ഇരിപ്പുണ്ട്. അതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കി. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് എത്ര രൂപയാവും? അത് 24,000 രൂപയാവും. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ആ ഫോൺ അതുപോലെ അവിടെ വെച്ചു. ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം 24,000 രൂപയുടെ ഫോൺ ഞാൻ വാങ്ങിയാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു, എന്റെ കൈവശം 3,500 രൂപയുണ്ട്. ഒരു സഹോദരൻ എനിക്ക് എന്റെ ഫോൺ നന്നാക്കാനായിട്ട് തന്ന 3,500 രൂപ അതെന്റെ കൈവശം. അപ്പൊ ഈ 3,500 രൂപ ഞാൻ ഡൗൺ പേയ്മെന്റ് കൊടുത്താലും മന്ത്ലി EMI ഇട്ടാൽ എനിക്ക് നല്ലൊരു ശതമാനം അടവ് വരും. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇവിടുന്ന് കോലഞ്ചേരിയിൽ നിന്ന് വൈറ്റില വരെ പോകാൻ എനിക്ക് പെട്രോൾ അടിക്കാൻ പലപ്പോഴും പൈസ ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ EMI അടയ്ക്കുന്നതെന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങ് വെച്ചു. മാത്രമല്ല വൈഫിന്റെ ചില ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം, ഞാൻ അങ്ങ് വെച്ചു. ഞാൻ ഒന്നും വിട്ടില്ല, അക്ഷരവും വിട്ടില്ല. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. പക്ഷെ എനിക്കത് ഇഷ്ടപ്പെട്ടു. ഫൈൻ. നമുക്ക് എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ടല്ലോ. സാരി വാങ്ങിയാലും ഡ്രസ്സ് വാങ്ങിയാലും വീട് വെച്ചാലും കാർ എടുത്താലും എല്ലാത്തിലും നമുക്ക് ഓരോ ഇഷ്ടങ്ങളുണ്ട്. മനുഷ്യനാണ്, നമുക്ക് ഇഷ്ടമുണ്ടാകും. എനിവേ, ഞാനത് വെച്ചിട്ട് പോന്നു. ഞാൻ തിരിച്ചു വന്നു, സർവീസ് സെന്ററിലെ നമ്പർ എടുത്തു, വിളിച്ചു. സർവീസ് സെന്റർ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഈ മോഡലിന്റെ നെയിം ചോദിച്ചു. മോഡൽ അനുസരിച്ച് എന്നോട് പറഞ്ഞത് 7,300 രൂപയാകും ഇത് നന്നാക്കണമെങ്കിൽ. 7,300 രൂപ. എന്റെ കൈവശമുള്ളത് 3,000 രൂപ എന്റെ കൈവശമുണ്ട്. ഞാൻ ദൈവസന്നിധിയിരുന്നു. ഞാൻ ഒത്തിരി ദീർഘമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല, സത്യമായിട്ട് പറയും. ഇതിനോടകം ഞാൻ 1-2 പേരോട് അഡ്വൈസ് ചെയ്തു എന്ത് ചെയ്യണം. അപ്പൊ അവരെല്ലാം പറയുന്നത്, പാസ്റ്റർ വേറൊരു ഫോൺ മേടിക്കുന്നേ നല്ലത്, 7,300 രൂപ കൊടുത്ത് നന്നാക്കണ്ട. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തു, കർത്താവേ എന്റെ കൈ വേറെ പൈസ ഇല്ല, എന്റെ കയ്യിൽ ആകെയുള്ളത് ഈ 3,000 രൂപയുണ്ട്, 3,500 രൂപ എന്റെ കൈവശമുണ്ട്. ഞാനിങ്ങനെ എന്റെ വൈഫുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്റെ ഹൃദയത്തിൽ ഞാൻ പ്ലാൻ ചെയ്തു, ഒരു കീപാഡ് ഫോൺ വാങ്ങണം. വളരെ ശ്രദ്ധിക്കണം, ഒരു കീപാഡ് ഫോൺ വാങ്ങണം. 3,500 രൂപയിൽ താഴെ കിട്ടും കീപാഡ് ഫോൺ. അപ്പൊ കീപാഡ് ഫോണിനകത്ത് അത്യാവശ്യം വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന കീപാഡ് ഫോൺ വാങ്ങണം. അങ്ങനെ ഞാൻ ചിന്തിച്ച് മനസ്സിൽ ഉറപ്പിച്ചു. ഓൺലൈനിൽ ഞാൻ പരതി 1-2 ഫോണുകൾ ഞാൻ കണ്ടു. ഏതാണ്ട് 2,500 രൂപയൊക്കെ വില വരുന്ന 1-2 ഫോൺ കണ്ടു. ഞാൻ മനസ്സിൽ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ വൈഫ് പറഞ്ഞു, സൂം മീറ്റിംഗ് ഒക്കെ നടത്തേണ്ട, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, തൽക്കാലം നമുക്ക് മറ്റെന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ നോക്കാം. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചു. എന്നിട്ട് എന്റെ ഒരു സിമ്മ് വൈഫിന്റെ ഫോണിലും, വൈഫിന്റെ ഒരു സിമ്മും എന്റെ ഒരു സിമ്മുമായിട്ട് വൈഫിന്റെ ഫോൺ ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ഉറപ്പിച്ചു, 3,500 താഴെ വരുന്ന കീപാഡ് ഫോൺ വാങ്ങണം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് റെഡിയായി. അടുത്ത ദിവസം പോയി വാങ്ങാം എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോൾ പിറ്റേ ദിവസം എനിക്ക് ഒരു കോൾ വരിക. എൻ്റെ ഒരു സ്നേഹിതൻ, എന്നോടൊപ്പം ദൈവവചനം പഠിച്ച എൻ്റെ ഒരു സ്നേഹിതൻ, അദ്ദേഹം ഇപ്പോൾ അയർലൻഡിലാണ്. ആ മനുഷ്യൻ എന്നെ വിളിച്ചു. അപ്പൊ അദ്ദേഹം ഈ അടുത്തിടയ്ക്കാണ്, അവർ പോയിട്ട് ഇപ്പൊ ഏതാണ്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. വിദേശത്തൊക്കെ താമസിച്ചിട്ടുള്ള ആളുകൾക്കറിയാം, ഒരു ഫാമിലി പുതിയതായിട്ട് വിദേശത്തെ രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ബന്ധപ്പാടും കാര്യങ്ങളും.
മാത്രമല്ല ഈ സഹോദരി, അദ്ദേഹത്തിന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. ഈ ജൂൺ മാസം ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒത്തിരി ബന്ധപ്പാടുകൾ, അവിടുത്തെ വീടിന്റെ വാടക, നാട്ടിലെ കുറെ ഫിനാൻസിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു സഹോദരൻ. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കോലഞ്ചേരി വേഗം ചെല്ലണം, ഒരു ഡോക്യുമെന്റുമായിട്ട് ഒരാൾ അവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഡോക്യുമെന്റ് കൈപ്പറ്റി വീട്ടിൽ കൊണ്ടുവെക്കണം, അത് പിന്നത്തേതിൽ വേറൊരാൾ വന്ന് കളക്ട് ചെയ്യും. ഓക്കെ. അപ്പൊ ഞാൻ ഡോക്യുമെന്റ് വാങ്ങാൻ ഒരു ബാഗും ഒക്കെ ആയിട്ട്, കാരണം മഴയാണ്, ഡോക്യുമെന്റ് നനയരുത്, ഒരു ബാഗും ഒക്കെ ആയിട്ട് സേഫ് ആയിട്ട് ഞാൻ കോലഞ്ചേരിയിൽ ചെന്നു. അപ്പൊ പോകുന്ന വഴിക്ക് അദ്ദേഹം എനിക്ക് ലൊക്കേഷൻ ഇട്ട് തന്നു, ഒരു ഫോൺ നമ്പർ ഇട്ടു. ഞാൻ ആ ഫോൺ നമ്പർ എടുത്ത് വിളിച്ചു, ആ ലൊക്കേഷൻ അനുസരിച്ച് ചെന്ന് നിന്നത് എവിടെയാന്ന് ചോദിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഫോൺ നന്നാക്കാൻ കൊടുക്കാനായിട്ട് കയറിയ രണ്ടാമത്തെ ഷോപ്പ്, മൊബൈൽ ഹബ്ബ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഈ ലൊക്കേഷൻ എന്നെ എത്തിച്ചത്. ഞാൻ അവിടെ നിന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആ കടയ്ക്കകത്തെ ഒരു ജീവനക്കാരൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷോപ്പിനകത്തേക്ക് കയറി വരാൻ. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഡോക്യുമെന്റ് ഒക്കെ ആണെങ്കിൽ അടുത്തേതും പരിചയമുള്ള കടകളിലൊക്കെയാണല്ലോ കൊടുക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ തന്നെ ഞാൻ അകത്തേക്ക് കയറി. ആ കടയ്ക്കകത്ത് ചെന്ന് ഡോക്യുമെന്റ് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അയർലൻഡിലെ ആള് പറഞ്ഞിട്ട് വരുന്ന ആളാണോ? ആ അതെ. ഓക്കെ, നിങ്ങളുടെ പേരെങ്ങനെയാ? ഷിബു. ഓൾ. അദ്ദേഹം ഉടനെ ഷെൽഫിൽ നിന്ന് ഒരു കവർ എടുത്തു. ആ കവറിൽ നിന്ന് ഒരു ബോക്സ് എടുത്ത് എന്റെ കയ്യിലേക്ക്. ആ ബോക്സ് ഞാൻ നോക്കിയപ്പോൾ മനോഹരമായ ഒരു ഫോണിന്റെ ബോക്സ് ആണ്. ഞാൻ പറഞ്ഞു, എന്നോട് അദ്ദേഹം പറഞ്ഞത് ഒരു ഡോക്യുമെന്റ് ഇവിടെ തന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതെ അങ്ങനെയാ പറഞ്ഞതല്ലേ, ഇതാണ് നിങ്ങൾക്കുള്ള ഡോക്യുമെന്റ്. അപ്പൊ ഞാനത് വാങ്ങിയില്ല. ഞാൻ വാങ്ങാതെ ഞാൻ ഫോൺ എടുത്തു, എന്റെ സ്നേഹിതനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, എന്ത് ഡോക്യുമെന്റ് പറഞ്ഞിട്ട് ഇവരിപ്പോ ഒരു ഫോൺ എടുത്തു തരുന്നത്, എന്താ ഇതിനകത്തെ സാങ്കത്യം എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്കൊരു അമ്പരപ്പുണ്ട്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഒന്നുകൊണ്ടും അമ്പരക്കണ്ട, ഭയപ്പെടണ്ട, സ്തോത്രം പറഞ്ഞത് വാങ്ങി വീട്ടിൽ പോക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത് എങ്ങനെയാ പറ? ഒന്നും പറയാനില്ല, സ്തോത്രം പറഞ്ഞത് വാങ്ങി വീട്ടിൽ പോയി ഉപയോഗിച്ചോ, വേറെ ഒന്നും പറയണ്ട. എങ്ങനെ ഇരിക്കും നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ? എങ്ങനെ തോന്നും? അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, നീ ഈ സ്നേഹിതനോട് പറഞ്ഞതാണോ? പാസ്റ്റർ ഈ സ്നേഹിതനോട് ഇതിനെക്കുറിച്ച് പറഞ്ഞോ? എന്തിനെക്കുറിച്ച്? ഫോൺ കേടാണെന്ന് പറഞ്ഞു. അതെ, ഞാൻ പറഞ്ഞു. എപ്പോഴാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഒരു SMS, ഒരു മെസ്സേജ് എന്റെ ഫോണിലേക്ക് പുള്ളിക്കാരത്തി അയച്ചു. ആരാ? ഈ സഹോദരന്റെ വൈഫ്. എന്റെ ഫോണിലേക്ക് എന്ന് പറഞ്ഞാൽ എന്റെ വൈഫിന്റെ ഫോണിലേക്ക്, എന്റെ സിമ്മും അതിലേക്ക് ഇട്ടിരിക്കുക, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഞാൻ ഈ ഫോൺ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ സ്നേഹിതന്റെ വൈഫിന്റെ മെസ്സേജ് വരുന്നത്. അപ്പൊ എന്റെ വൈഫ് ക്ഷീണമായിട്ട് കിടക്കുക. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ ഇട്ടു, എന്റെ വൈഫ് സുഖമില്ല, കിടക്കുകയാണ്, എന്റെ സിമ്മും ഈ ഫോണിലാണ് കിടക്കുന്നത്, എന്റെ ഫോൺ കേടാണ്, അപ്പൊ അതുകൊണ്ട് വൈഫ് പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഇതിന് റിപ്ലൈ ഇടും എന്നും പറഞ്ഞ് ഞാനൊരു റിപ്ലൈ അയച്ചു. ഇത്രേ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. വെറുതെ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഫോൺ വാങ്ങി. ഇനി അത്ഭുതത്തിന്റെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞാൻ പറയാം. ഞാനിത് വാങ്ങി നോക്കിയപ്പോ എന്റെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തിയ കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് ഈ ഷോപ്പിൽ ഡമ്മി ആയിട്ടിരുന്ന ആ എന്താ പറയുക, ഡമ്മി എടുത്ത് നോക്കി വെച്ചു, ഇഷ്ടപ്പെട്ടു, വില ചോദിച്ചിട്ട് പോയില്ലേ, ആ സെയിം ഡമ്മിയുടെ ഒറിജിനൽ 24,000 രൂപയുടെ ആ ഒറിജിനൽ ഫോൺ, അതേ കളർ, എനിക്ക് ഇഷ്ടപ്പെട്ട കളർ, ഞാൻ ഇഷ്ടപ്പെട്ട് വെച്ചിട്ട് പോയത്, എനിക്ക് വാങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചിട്ട് പോന്ന ആ സെയിം സെറ്റ് 1 രൂപ പോലും മുടക്കാതെ എന്റെ കൈവശം കിട്ടി. ഈ അയർലൻഡുകാരൻ എങ്ങനെ ഈ കട അറിയാം? അദ്ദേഹത്തിന് ഇവിടെ ആരാ പരിചയക്കാരൻ? അദ്ദേഹത്തിന് ആരും പരിചയക്കാരനില്ല. എന്നോട് അദ്ദേഹം പറഞ്ഞത്, രാവിലെ ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റു, പെട്ടെന്ന് നിങ്ങളെ എന്റെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തി ദൈവം. ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു, എന്താണ് വാങ്ങിക്കൊടുക്കേണ്ടത്, എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണമല്ലോ. ഞങ്ങൾ രണ്ടും തീരുമാനിച്ചു, ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാം. സാഹചര്യം മോശമാണ്, പക്ഷെ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാം. ഉടനെ ചിന്തിച്ചു, നമുക്ക് എന്നാ വാങ്ങിക്കൊടുക്കാം. അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഗൂഗിൾ അമ്മച്ചി ഉണ്ടല്ലോ നമുക്കൊക്കെ, ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കോലഞ്ചേരിയിൽ ഒരു കട കാണിക്കുന്നു, മൊബൈൽ ഹബ്ബ്. ആ കടയിൽ കടക്കാരന്റെ നമ്പർ കിട്ടി. ആ നമ്പർ എടുത്ത് വിളിച്ചു. ഏതാണ് ഇപ്പോ
നന്നായിട്ട് ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഫോണെന്ന് ചോദിച്ചു. അദ്ദേഹം എടുത്ത് കാണിച്ചു. പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത 2024 ലോഞ്ച് ചെയ്ത ഈ ഫോണിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. അതിന്റെ കാര്യങ്ങൾ ഇട്ടുകൊടുത്തു. ഓക്കെ, വില 24,000 രൂപ ഉറപ്പിച്ചു. അയർലൻഡിൽ നിന്ന് അദ്ദേഹം പേ ചെയ്തു. കണ്ണടച്ച് ചെയ്യുക കേട്ടോ. പേ ചെയ്തു. സ്തോത്രം. അഡ്രസ് കൊടുത്തു, കാര്യങ്ങൾ പറഞ്ഞു, ഇത്രയും ചെയ്തു. ഞാൻ അവിടെ ചെന്നു, സാധനം കൈപ്പറ്റി. ഒന്ന് ചിന്തിച്ചേ, ഒരു പരിചയമില്ലാത്ത ഒരാള് ഈ ദേശവുമായിട്ട്, ഇവിടുത്തെ ആൾക്കാരുമായിട്ട്, ഷോപ്പുമായിട്ട് ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ പെട്ടെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഞാൻ അതാ പറഞ്ഞ, ടെക്നോളജി ഉണ്ട്, ബുദ്ധിയുണ്ട്, കാര്യങ്ങളെല്ലാം നടക്കും, പെട്ടെന്ന് നടക്കും. ഹല്ലേലൂയ. അത് ആ ഒരു സന്ദർഭത്തിനകത്ത് നിന്നുകൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആ സിറ്റുവേഷനകത്ത് നിന്നാണ് സംസാരിക്കുന്നത്. കൊച്ചി പട്ടണത്തിൽ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ബുദ്ധിമാന്മാരുടെ, ധനാഢ്യന്മാരുടെ എല്ലാ സംവിധാനങ്ങളുമുള്ള, ടെക്നോ പാർക്കും ടെക്നോളജിയും ഒക്കെ ഉള്ള, ഹല്ലേലൂയ, IT ഹബ്ബുള്ള ഈ സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ചോദിക്കും, പാസ്റ്റർ ഒരു ഫോൺ മേടിക്കുന്നതാണ്? അതെ, ഒരു ഫോൺ മേടിക്കുന്നതാണ്. വലിയ കാര്യമാണ് ഇത്. ഭയങ്കര അത്ഭുതമാണ് ഞാൻ ഈ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല, അസാധ്യമല്ല. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ ഈ സ്നേഹിതനോട് പിന്നത്തെ ഇതിൽ സംസാരിച്ചു. എന്റെ ബ്രദറെ, നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമായിരുന്നെങ്കിൽ എന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 7,500 രൂപ തീരുന്ന കാര്യം ഉള്ളായിരുന്നു. എന്റെ ഫോൺ നന്നാക്കാമായിരുന്നു, സർവീസ് സെന്ററിൽ കൊടുത്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ദൈവം ഞങ്ങളെ നടത്തുന്നത് അത്ഭുതകരമായിട്ടാണ്. അടുത്ത ചില നാളുകൾ കഴിയുമ്പോൾ എന്റെ വൈഫിന്റെ ഡെലിവറി നടക്കണം. എന്റെ വൈഫിന്റെ അമ്മയെ എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഒത്തിരി ബന്ധപ്പാടുകളാണ് ഞാൻ. പക്ഷേ ദൈവം എന്നോട് ഇടപെട്ടപ്പോൾ എനിക്കിത് ചെയ്തേ പറ്റൂ. ഞാൻ എന്റെ പ്രയാസങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും മധ്യത്തിൽ ഞാനിത് ചെയ്യുന്നത് കൊണ്ട്, സ്തോത്രം, എനിക്ക് വേണ്ടി ദൈവം കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുകയാ. ഹല്ലേലൂയ. ആ മനുഷ്യന്റെ വാക്കാണിത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുമ്പോൾ, സ്തോത്രം, ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാൻ, ഞാൻ നിങ്ങളെ ഉത്തേജിപ്പിക്കുവാൻ, ഞാൻ നിങ്ങളെ ഉറപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ഇല്ലായ്മകൾക്കകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ ദുരിതങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, നമ്മുടെ വേദനകൾക്കകത്ത് നിന്നുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ ഇതുപോലെ നല്ല വടി പോലത്തെ ഷർട്ടൊക്കെ ഇട്ട് നന്നായിട്ട് ഷേവ് ഒക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആയിട്ടൊക്കെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോൾ, നാട്ടിൽ കാണുമ്പോൾ, ആളുകൾ ചിന്തിക്കും, നല്ല വീട്ടിലാ താമസിക്കുന്നത്, നല്ല വണ്ടിയിലാ പോകുന്നത്, കുഴപ്പമൊന്നും ഇല്ലാത്ത ആളാന്ന് ചിന്തിക്കും. സ്തോത്രം. ആ ചിന്തയ്ക്ക് ഒരു കോട്ടവും വരുത്തണ്ട. അതങ്ങനെ തന്നെ നിൽക്കട്ടെ. നമ്മുടെ ഇല്ലായ്മകളുടെയും ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ ദൈവാത്മാവ് നമ്മോട് ഇടപെടുമ്പോൾ, ദൈവം കാണിച്ചു തരുന്നവനെ, നമ്മുടെ പ്രശ്നങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, ദുരിതങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, ഇല്ലായ്മകൾക്കകത്ത് നിന്നുകൊണ്ട്, ഞെരുക്കങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവാൻ, അവരെ ഒന്ന് സഹായിക്കുവാൻ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പോലെ ഒന്ന് ചെയ്യാൻ നാം തയ്യാറായാൽ ഒരു കാര്യം ഉറപ്പാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെയും ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് എനിക്ക് കിട്ടിയ പുതിയ ഫോണില. വളരെ ക്ലാരിറ്റിയുള്ള, വളരെ ആമേൻ സ്തോത്രം, എന്താ പറയുക, റേഞ്ച് ഉള്ള, എല്ലാ സംവിധാനങ്ങളുമുള്ള ഈ ഫോണിലാണ് ഞാൻ ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, സ്തോത്രം, കർത്താവിന് ഒരു കാര്യവും അസാധ്യമല്ല. ഞാൻ ബെഡിൽ ഇരുന്നു കൊണ്ട് രാത്രിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. എന്റെ വൈഫ് രോഗിയായി കിടക്കുക. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, എന്നെ ആര് സഹായിക്കും? എന്റെ മാതാപിതാക്കൾ ലോകത്തുനിന്ന് പോയി, എനിക്ക് സഹോദരങ്ങളായിട്ട് ആരുമില്ല. സ്തോത്രം. ഞാൻ ആരോടെങ്കിലും പൈസ ചോദിച്ചാൽ എന്നെ തന്ന് സഹായിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും മുമ്പോട്ട് വരും. പക്ഷേ ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കണ്ടേ കർത്താവേ? ഇനി ഞാൻ ചോദിച്ചാൽ പോലും അവർ ഏത് രീതിയിലായിരിക്കും ഈ കാര്യങ്ങൾ എടുക്കുന്നത്? സ്തോത്രം. അപമാനമാണ്, ബുദ്ധിമുട്ടാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. ഞാൻ ഇങ്ങനെയാ പ്രാർത്ഥിച്ചത്, ദൈവത്തിന്റെ കരങ്ങളിൽ തരുന്നു. കർത്താവ് എന്നെ സഹായിക്കണം. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടന്ന് രാത്രി കിടന്നു. രാവിലെയാണ് എനിക്ക് കോൾ വരുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സർവശക്തനായ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഈ പ്രഭാതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നന്നായിട്ട് അറിയുന്ന, ഉള്ളി പൊളിക്കുന്നത് പോലെ വളരെ കൃത്യമായിട്ട് തലനാരിഴ കീറി നമ്മുടെ വിഷയങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹാലേലൂയ. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ദൈവം. നാം അങ്ങോട്ട് പോയി പറയാതെ തന്നെ നാം പ്രാർത്ഥിക്കുവാനായി തിരുസന്നിധിയിൽ, തിരുചരണത്തിൽ നാം മുഴങ്ങാൻ മടക്കുമ്പോൾ, നാം വന്നിരിക്കുമ്പോൾ തന്നെ എന്തിനാണ് നമ്മൾ വന്നതെന്ന് നമ്മെ കുറിച്ച് അറിയുന്ന ദൈവം. ആമേൻ. ഹാലേലൂയ. ത്രികാലവേദിയായ, കാലത്രയങ്ങളെ ഒരുപോലെ കാണുന്ന ഹാലേലൂയ മഹാദൈവം ഈ പ്രഭാതത്തിൽ നമ്മോട് ഇടപെടുകയാണ്. സർവശക്തനായ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. മറിയയെ സംബന്ധിച്ച് ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ. ഞാൻ പുരുഷനെ അറിയാകിയാൽ ഇങ്ങനെ സംഭവിക്കും. മറിയയെ സംബന്ധിച്ചിടത്തോളം ന്യായമായ ചോദ്യമാണ്. പക്ഷെ ദൂതന് പറയാൻ
പറയാൻ ഒരു കാര്യമുണ്ട്. മച്ചി എന്ന് പറഞ്ഞ എലിശബത്ത് ഇത് 6-ാം മാസത്തിൽ പ്രവേശിച്ചിരിക്കുകയാ. ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ, മച്ചി എന്ന് പറയുന്ന മേഖലകളാണെങ്കിലും അല്ല, സ്തോത്രം, പുരുഷനെ അറിയായികയാൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ സംഭവമാണല്ലോ എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങളാണെങ്കിലും ഹല്ലേലൂയ, ആമേൻ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അറിവ് സംബന്ധമായിട്ടുള്ളതാണെങ്കിലും അല്ല, അറിയാൻ കഴിയില്ലാത്ത കാര്യങ്ങളാണെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ ആവശ്യമാണ് എങ്കിൽ, ജീവിതത്തിൽ അത് അത്യാവശ്യമാണെങ്കിൽ, അത് നടന്നേ കഴിയത്തുള്ളൂ എങ്കിൽ, അത് സംഭവിക്കേണ്ടതാണ് എങ്കിൽ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മൾ ഇടപെടുകയാണ്. മാനുഷികമായ ഇടപെടലുകൾക്ക്, ബുദ്ധികൾക്ക്, മാനുഷിക പ്രമാണങ്ങൾക്ക്, നിയമങ്ങൾക്ക്, നിയമാവലികൾക്ക്, ഹല്ലേലൂയ, സിദ്ധാന്തങ്ങൾക്ക് ഒക്കെ അപ്പുറമായിട്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി കാര്യങ്ങളെ സാധ്യമാക്കി തരുവാൻ, കാര്യങ്ങളെ ചെയ്തു തീർക്കുവാൻ അധികാരമുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. സർവശക്തനായ ദൈവം നമ്മെ അത്ഭുതങ്ങളിലൂടെ വഴി നടത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. നാം ജീവിക്കുന്ന ഏത് സാഹചര്യമാകട്ടെ, ഏത് രാജ്യത്തുമാകട്ടെ, എവിടെയുമാകട്ടെ, ദൈവത്തിന് സ്തോത്രം. അവിടെയൊക്കെ ചിലപ്പോൾ ദൈവം മരുഭൂമിയാക്കി കളയും കേട്ടോ. പക്ഷെ ആ മരുഭൂമിയിലും മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ മരുഭൂമിയിലും ദൈവത്തിന് സ്തോത്രം മന്ന തരാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാം. ആ മരുഭൂമിയിലും ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. അതെ, തീർച്ചയായിട്ടും ദൈവം അവിടുത്തെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോൾ കേവലം നമുക്ക് അതൊരു ബെനിഫിറ്റായി തീരുക മാത്രമല്ല, ദൈവനാമം മഹത്വപ്പെടണമെന്നും കൂടി കർത്താവ് ആഗ്രഹിക്കുന്നു. ദൈവനാമം നമ്മുടെ ജീവിതത്തിൽ മഹത്വപ്പെടട്ടെ. അതിനായി ഈ സന്ദേശം ഈ പ്രഭാതത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപോത്ബലകമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വിശേഷാൽ ചിക്കാഗോ പ്രയർ ലൈനിലെ എല്ലാ അധികാരികൾക്കും നന്ദി പറയുന്നു. കർത്താവ് വചനങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 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 അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല സന്ദേശം തന്റെ സാക്ഷ്യത്തിലൂടെ കർത്താവിന്റെ ദാസൻ പ്രസ്താവിക്കുകയുണ്ടായല്ലോ. ഹല്ലേലൂയ. ഞാൻ ഈ സമയത്ത് ഓർക്കുകയായിരുന്നൊരു നോർത്ത് ഇന്ത്യയിൽ വളരെ വർഷമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ കുറിച്ച്. തൻ്റെ ഷർട്ടിന്റെ ബട്ടൺസ് പോയി. അദ്ദേഹം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ആ കറക്റ്റ് അതേ നിറമുള്ള അതേ സൈസിലുള്ള ഒരു ബട്ടൺസ് കിടന്ന് കിട്ടിയതായിട്ട് പറയുവാനായിട്ട്. അത് എത്ര വലുതും ഉള്ളതല്ല, നമ്മളെ ആവശ്യ സമയത്ത് ആ ശരിയായ സാധനം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുള്ളത് എന്നുള്ളതാണ്. അതാണ് അത്ഭുതം. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഓർത്ത് സ്തോത്രം, ദൈവ പ്രവൃത്തി ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് വലിയ അത്ഭുതങ്ങൾ കർത്താവിന്റെ ദാസന്റെ ജീവിതത്തിൽ ചെയ്തുവല്ലോ. ഹല്ലേലൂയ. വിശേഷിച്ച് തന്റെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂടെ നിൽക്കുവാൻ, കർത്താവ് തന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നതായ സമയത്ത് നമ്മുടെ മധ്യേ ജോസഫ് പാസ്റ്റർ പ്രാർത്ഥിക്കും. അനീഷ് പാസ്റ്റർ ആശീർവാദം പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് ഇവിടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ കർത്താവേ, നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യും.